എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണല്ലോ ചില കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. We have been meditating from Ezekiel chapter 7. നിങ്ങൾ വായിച്ചാൽ എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 4-5 വാക്യങ്ങൾ വീണ്ടും വായി. Ezekiel chapter 47 verse 4 and 5. വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെയും 1000 മുഴം അളന്നു. എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ പിന്നെയും 1000 മുഴം അളന്നു. അത് എനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു. നമ്മളെ ആത്മീയ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. We have been meditating on various phases of our spiritual growth. ആംഗിൾ ഡെപ്ത്, അതായത് നരിയാണി നമ്മുടെ ഒരു യാത്രയുടെ ആരംഭമാണ്. The ankle depth was the beginning of the spiritual journey. മുട്ടോളം നമ്മൾ ധ്യാനിപ്പാനിടയായിട്ട് നമ്മളെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി കർത്താവ് മാറ്റും. While the presence of spirit is knee deep, we become a person who is committed to prayer. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചു അരയോളം നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തും. അവൻ പോർക്കള മേടുകളിൽ നിൽക്കുവാൻ, ധൈര്യത്തോടെ കാര്യങ്ങളെ ഫേസ് ചെയ്യുവാൻ നമ്മൾ സ്ഥിരത ഉളവാക്കുന്ന ഒരു അളവാണ് അരയോളം എന്ന് പറയുന്നത്. And about the presence of God up to the waist, it is about the person who is courageous, the person who is able to face those challenges in his life, be courageous in the warfare and be committed to God. നമ്മൾ ധ്യാനിക്കുന്ന വിഷയം നീന്തിയിട്ടല്ലാതെ കടക്കാൻ വഹിയാത്ത ഒരു അനുഭവം. And today we are going to meditate on an experience that is something where we could not cross without swimming. Praise the Lord. ഓരോ 1000 മുഴവും ഓരോ അനുഭവങ്ങൾ, പുതിയ അനുഭവങ്ങളാണ്. Every 1000 cubits comes with new experiences. Praise the Lord. ദൈവം അളന്നിട്ടിരിക്കുകയാണ്. God has measured it for us. നാം പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് ആ ചുവടുകൾ മുൻപോട്ട് വെക്കുമ്പോൾ മാത്രമേ ഇത് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. If we pray, if we receive the grace of God, and if we take each and every step forward and move on, then only we will experience these spiritual blessings. പ്രസംഗിച്ചത് കൊണ്ട് ഇത് അനുഭവിക്കാൻ പറ്റത്തില്ല. We cannot experience by preaching. കേട്ടത് കൊണ്ട് ഇത് അനുഭവിക്കാൻ പറ്റത്തില്ല. We will not experience by listening. ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ മുൻപിൽ ദൈവത്തിന്റെ ആത്മ ഒരു അളവ് അളന്നിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിയേ മതിയാകത്തുള്ളൂ. You should remember that God has measured up and kept a measure of spiritual growth for you, and you have to step forward and go dive deep into that river. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മനുഷ്യൻ അളന്നതല്ല, മാനുഷികമായ അളവല്ല, ദൈവമാണ് നിങ്ങൾക്കുള്ള ആഴം അളന്നിട്ടിരിക്കുന്നത്. Let me emphasize clearly that it is not man, it is not by men that it has been measured, but it is God himself who have measured the depth of the spiritual growth that you need to have. നമ്മുടെ ആഗ്രഹമാണ് ആ അളവ് മുഴുവൻ എനിക്ക് പ്രാപിക്കണം, ആഴത്തിലോട്ട് മുഴുവൻ എനിക്ക് ഇറങ്ങണം. അത് നമ്മുടെ ആഗ്രഹമാണ്. It should be our desire that I need to dive deep into that spiritual growth. I need to experience that fullness of those blessings, spiritual blessings that God has measured up and kept for me. പക്ഷെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം, എളുപ്പമല്ല ഈ ആഴത്തിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. But you should realize that it is not an easy thing to get into this depth. ദൈവവുമായിട്ട് നാം അടുക്കുന്നതാണ് ഈ ആഴം എന്ന് പറയുന്നത്. This depth is all about coming more closer to the presence of God. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിലോട്ട് നീ കയറി വരുന്നതാണ് ഈ ആഴം എന്ന് പറയുന്നത്. This depth is about coming under the complete control of the Holy Spirit. ഈ ആഴത്തിലോട്ട് ഇറങ്ങും തോറും ലോകത്തിന്റെ പലതും നിന്നിൽ നിന്ന് പൊട്ടി മാറാനായിട്ട് തുടങ്ങും. As you go deeper and deeper into the presence of God, many things that entangles you from this world will be ripped off, will be broken in your life. ലോകത്തിന്റെ ശക്തികൾ, പാപത്തിന്റെ ശക്തികൾ പലതും നിന്നെ പിടിക്കുമ്പോൾ ആഴത്തിലോട്ട് ഇറങ്ങും തോറും നീ പോലും അറിയാതെ ഈ ബന്ധനം, ഇവന്റെ ബലം അഴിയാനായിട്ട് തുടങ്ങും. നീ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടാനായിട്ട് തുടങ്ങും.
when you dive more deeper, when you go more deeper into the presence of God, into the spiritual experience, all those bondages of this world, the powers of this world, the powers of sin, Hallelujah. everything that holds you back will be stripped off, will be broken. All those chains will break in your life. ആത്മാവിന്റെ ആഴത്തിലോട്ട് ഇറങ്ങുവാൻ നിങ്ങളെ തടയുന്ന പകലക്കാലം വിട്ടുകൊടുക്കുക. നീ ഇറങ്ങുന്ന അനുസരിച്ച് പലതും നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറുമെന്ന്. നിനക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത പലതുമുണ്ട്. നീ ആത്മാവിന്റെ ഡെപ്തിലോട്ട് ഇറങ്ങുമ്പോൾ അവൻ നിന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്ന, നിന്നെ തടയുന്ന പലതും നീ പോലും അറിയാതെ പൊട്ടിമാറും. അവിടെ ദൈവസഭയെ ദൈവം അളന്നിട്ട അളവിലോട്ട് നീ ഇറങ്ങിയേ മതിയാകത്തുള്ളൂ. Dear church, I encourage you that many things that are holding you back, many things that are chains of this world, when you start going deeper and deeper into your spiritual life, when you go more deeper into the presence of God, without even your knowledge, all those things that are holding you back will be stripped off, will be broken. All those chains will be broken. Hallelujah. For that to happen, you need to surrender yourself, give yourself unto the Lord, and you have to start diving deeper into this presence. രാവിലെ കേട്ടതും ആഴത്തിൽ കുഴിക്കണമെന്നുള്ളതാണ്. What we listened in the morning is also about digging deeper. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, എനിക്ക് അളന്നിട്ടിരിക്കുന്ന ആഴത്തിലോട്ട് എനിക്ക് ഇറങ്ങണം. My dear, I encourage you to pray about this. Lord, I want to dive deeper into those depths that you have measured and kept for me. മിസ്സാക്കരുത്. അവൻ 2025 അളന്നിട്ട ഒരു അളവ് എത്രത്തോളം ആ ആഴത്തിൽ ഇറങ്ങാൻ പറ്റിയെന്നുള്ളത് നിങ്ങൾ ദൈവമായിട്ട് ചോദിച്ചോണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അളവ് ഒരു പരിധിക്കകത്തല്ല. നീ ഇറങ്ങുന്ന അനുസരിച്ച് ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന്. നീ ഇറങ്ങുന്ന അനുസരിച്ച് ഈ അളവ് കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു പരിധിയല്ല. ഇന്നലെ അനുഭവിച്ചതുപോലെ അല്ല, കഴിഞ്ഞ വർഷം അനുഭവിച്ചതുപോലെ അല്ല. ഇത് പുതുക്കത്തിന്റെ ആത്മാവാണ്, ഇത് ജീവന്റെ ആത്മാവാണ്. നീ ആഴത്തിൽ ഇറങ്ങുന്ന അനുസരിച്ച് നിന്റെ വലുത് പകർന്നുകൊണ്ടിരിപ്പാനിടയായി തീരും. You should examine yourself. In 2025, God has kept a measure of depth for you to explore, for you to dive deeper into. How much you were able to dive deeper into that presence of God. But you should understand one more thing. As you dive deeper, as you go deeper and deeper, this is a presence of God that will increase. Every step, with every 1,000 cubits, with every step you take, this presence of God is immeasurable. This is going to increase in your life. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഇന്ന് പകൽക്കാലം ആ ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങി വരുന്നുണ്ട്. അവൻ അളന്നത് ദൈവമാണ്. ഇറങ്ങുന്ന അനുസരിച്ച് നിന്റെ മേൽ പുതിയ അനുഭവങ്ങൾ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ ചിലത് പൊട്ടിമാറട്ടെ. നീ എടുത്തു ചാടുമ്പോൾ, ആത്മാവിന്റെ ആഴത്തിൽ ഇറങ്ങുമ്പോൾ, നിന്നെ പരാജയപ്പെടുത്തിയ, നിന്നെ എവിടെയൊക്കെ തടഞ്ഞു വെച്ച ആ ബന്ധനങ്ങൾ അഴിയാനിടയായി തീരുകയാണ്. അടകം ഭവനം ധവനം ധനജം യേശുവിന്റെ നാമത്തിൽ സകല പരിധികളും ഇന്ന് പകൽക്കാലം പൊട്ടിമാറട്ടെ, ആഴത്തിലോട്ടിറങ്ങട്ടെ. There is a presence of God that is filling this place. There is a presence of God that is encouraging you to dive deeper. With every step that you go deeper into this presence of God, the chains will be broken. Everything that holds you back will be broken. Everything that hinders, everything that you stop you from your calling will be broken in your life. And let you take this decision to dive deeper and deeper and deeper into this presence of God and experience this breaking of those bondages in your life. You should experience this deliverance today. Praise the Lord. Praise the Lord. Hallelujah. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറ്റി വെക്കണം. നമ്മൾ കുറേ സാധനം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പുതിയ ആഴത്തിലോട്ട് ഇറങ്ങാൻ ഇത് പലപ്പോഴും നമ്മളെ കൂടെ സമ്മതിക്കും. ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഭാഗം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ചാൽ ഈ അളവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അരയോളം വരെ ആണെങ്കിലും നമ്മുടെ കാല് നിലത്തുണ്ട്. നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു പരുവമാണ്. അരയോളം ആണെങ്കിലും നമ്മുടെ കാല് എവിടെ ഉണ്ട്? നിലത്തുണ്ട്. നമ്മൾ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. The peculiarity of this measure of spiritual growth that we are going to discuss, I will explain it in the coming portions. But when we talk about the presence that is up to the waist, we can see that even though the presence is up to the waist, our feet are grounded in the soil, in the sand, or on the floor. So we have some control of our movement. We are grounded in that sense. പാടുന്നുണ്ട്, We are singing, ആരാധിക്കുന്നുണ്ട്, we are worshiping, അഭിഷേകമുണ്ട്, we have anointing, ശുശ്രൂഷയൊക്കെ ഉണ്ടെങ്കിലും ministry. പിടിയും മുഴുവൻ ഇപ്പോഴവിടെ തന്നെ ഉണ്ട്. നിയന്ത്രണം ഏകദേശം നമ്മുടെ കയ്യിലൊക്കെ തന്നെ ഉണ്ട്. But still, even though we have all these things, the control, we have some control over all those things, and we have. ഇടയ്ക്ക് ആത്മാവ് പറയും, അല്പം കൂടെ അടുത്തിലൊക്കെ ഒന്ന്, അല്പം കൂടെ പ്രാർത്ഥിക്കുക, പ്രഭാതത്തിലൊക്കെ എഴുന്നേൽപ്പിക്കും, ദൈവവചനം സംസാരിക്കുക ഒക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ നിൽക്കും, ഇതൊക്കെ മോർ ദാൻ ഇനഫ്, ഇത് മതി. ഇങ്ങനെ കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യണം? ഇനി പോകണം, അതുകൊണ്ട് ഒത്തിരി ഒന്നും ചെയ്യേണ്ട, ഇത് മതിയെന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എവിടെയൊക്കെ തൃപ്തിപ്പെട്ട് നമ്മുടെ കണക്ഷൻ വിട്ടിട്ടില്ല എന്ന ദൈവ സാന്നിധ്യത്തിനകത്ത്. There are times in your life that Holy Spirit is encouraging you that this is not enough. This level of depth is not enough. You need to step further into the depths of spiritual experience. But then we say that this is enough. I have some ministry, I have some experience, and this is enough. No, we should leave that control that we have, and we should give ourselves completely unto the Lord and dive deeper. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Hallelujah. ഈ ആത്മനദി പറയുമ്പോൾ ആരും ഉറങ്ങരുത് കേട്ടോ. ഞാൻ വെള്ളം കോരി ഒഴിക്കല്ല. ശ്രദ്ധിച്ച് ഞാൻ പെട്ടെന്ന് നിർത്താം കേട്ടോ. ഞാൻ സമയം ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇനിയും പറഞ്ഞത് ഇനിയും വരുമ്പോൾ ഇനി പുതിയത് ദൂതും കൊണ്ട് വരണം. ഇത് പറഞ്ഞിട്ട് വേണം തരണം. വെള്ളത്തിൽ ഇറക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ വരുമ്പോഴത്തേക്ക് ആരും കരയിലിറങ്ങി നിൽക്കരുത്, ഇതിൻ്റെ അകത്ത് തന്നെ നിന്നോണം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ ആത്മനദിയുടെ ഈ നീന്തിട്ടല്ലാതെ കടക്കാൻ വഹിയാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിടി മുഴുവൻ വിട്ടിട്ട് വെള്ളത്തിനകത്ത് നമ്മൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? വെള്ളത്തിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ നിലത്തുമല്ല, താഴെയല്ല, എങ്ങും പക്ഷെ നമ്മൾ വെള്ളം നമ്മളെ വഹിക്കുന്ന ഒരളവുണ്ട്. പ്രൈസ് ദി ലോർഡ്. The measure of the Spirit that we are talking about is to the level that we cannot cross this river without swimming. In that experience of Holy Spirit, we are not rooted on the ground. We are not standing on the ground. Instead, we are floating in the Holy Spirit. So Holy Spirit has complete control on our life to take in the direction it wants us to. ഇത് അനുഭവിക്കുന്നവരുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. To those who experience this mighty presence of God that cannot be explained in words. ഞങ്ങൾ ഈ കുട്ടനാട്ടുകാരാണ്. തിരുവല്ല വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഈ വെള്ളം പൊങ്ങുമ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നറിയാമോ? ഈ വെള്ളത്തിൽ എടുത്ത് ചാടാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ടിലും സൈഡിലെല്ലാം കണ്ടവാ. അപ്പം ഭയങ്കര സന്തോഷമാണ്. ഈ വെള്ളത്തിൽ എന്ത് ചെയ്യണം? എടുത്ത് ചാടിട്ട് നിന്ന്. കാരണം ഇത് വല്ലപ്പോഴും വർഷത്തിൽ ഒന്നേ ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. നാട്ടുകാരെല്ലാം കരച്ചിലാണേലും പിള്ളേർക്ക് ഭയങ്കര, കാരണം വെള്ളത്തിലെടുത്ത് ചാടി നീന്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. I come from a place where there are a lot of backwaters, and we can see that during the flood, during the monsoon season, it gets flooded, and all the children are excited to jump into the water, to dive into the water and swim. വെള്ളത്തിൽ കൂടെ നടക്കുന്നത് പോലെയോ നീന്തുന്നത് പോലെയല്ല ഈ വെള്ളത്തിനകത്ത് ശരിക്കും നീന്തുക എന്ന് പറഞ്ഞാൽ അതൊരു നാട്ടുകാരെല്ലാം കൂടെ അവസാനം ബഹളം ഉണ്ടാക്കി എല്ലാത്തിനും തിരിച്ചു കയറ്റുന്നത്. കാരണം അത്രയ്ക്കും രസമാണ് വെള്ളത്തിൽ നീന്തുക എന്ന് പറയുന്നത്. ആരെങ്കിലും നീന്തിയിട്ടുണ്ടോ? വെള്ളത്തിൽ നീന്തിയ ഇവിടെ പിന്നെ സ്വിമ്മിങ് പഠിപ്പിക്കുന്നു. ഞങ്ങൾക്ക് കോഴ്സ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും നാച്ചുറലായിട്ട് ചാടി പഠിച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ പറഞ്ഞ സാരം അത് അനുഭവിച്ചവർക്ക്
ഈ പിള്ളേരെല്ലാം എന്തെന്നറിയാവോ, കലിങ്കൻ എടുത്ത് ചാടും. കലിങ്കൻ എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല. അമിസ്തോത്രം എടുത്ത് ചാടും. അവർക്ക് നല്ല ആഴമാണേലും, എത്ര ആഴം നീന്താൻ അറിയുന്നവർക്ക് ആഴം ഭയങ്കര സന്തോഷം. അവർ നീന്തി അപ്പുറത്ത് കയറാനായിട്ട് ഇടയായിത്തീരും. For those who have വിട്ടേര്, സാരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ ഇതുപോലെ തന്നെ ആത്മാവിന്റെ ആഴങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്താൽ പിന്നെ നീ പഴയതിലോട്ട് പോകത്തില്ല. ഒന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് അതിന്റെ ആഴത്തിലോട്ട് ഇറങ്ങാൻ തോന്നും. അവിടുന്ന് ദൈവസഭയെ ഇതുവരെ അനുഭവിച്ചതിനേക്കാൾ, ഇതുവരെ പ്രാപിച്ചതിനേക്കാൾ ആഴത്തിലോട്ട് ഇറങ്ങുവാൻ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ നീ അതല്ലാതെ അതിന്റെ കുറവിലോട്ട് നീ പോകത്തില്ല. If you have experienced this joy of swimming, if you have experienced this presence of God where you have to swim and you're being floated in the presence of God, you're floating in the presence of God, if you have tasted that, then you will not feel like going back where you are able to walk, you are able to have some control. If you completely surrender and experience this presence of God, then there is no measure to it. The more the depth, you will enjoy this experience of swimming in the presence of God. ഇത് ഒരു അനുഭവം മാത്രമല്ല, പരിശുദ്ധം ഒന്ന് തൊട്ടു, ഒന്ന് സ്പർശിച്ചു, ഒരു ശബ്ദം കേട്ടു, അങ്ങനെ ഒരു അനുഭവമല്ല. നീന്തിയിട്ടല്ലാതെ കടക്ക വകയാന്ന് പറഞ്ഞാൽ നീ വെള്ളത്തിനകത്താന്ന് മുഴുവനും വെള്ളം കൊണ്ട് നനഞ്ഞിരിക്കുന്ന ആ അറ്റ്മോസ്ഫിയർ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അകത്തായിരിക്കും. This is not just an experience where you feel like Holy Spirit touched me. I felt the Holy Spirit. I had an encounter. I had an experience of Holy Spirit. This is not just about that. This is where you are completely in the Holy Spirit, completely immersed or floating in the presence of Holy Spirit. You are wet. Your whole body is wet by this water, by this river of Spirit. അവന്റെ ജീവിതത്തിൽ ഒരു ഭാഗം പോലും ദൈവാത്മാവിന്റെ നിയന്ത്രണമല്ലാത്ത, ദൈവഹിത ല്ലാത്തത് കാണാത്ത വിധത്തിൽ മുഴുവനും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാത്മതല ഉണ്ടെന്നുള്ളത് ദൈവമക്കൾ തിരിച്ചറിയണം. You should realize that there is a spiritual realm where every single area of your life, every single part of your life, every single activity that you have is controlled by the presence of Holy Spirit. നമ്മുടെ ശക്തി കുറഞ്ഞിട്ട്, നമ്മുടെ പദ്ധതികൾ അവസാനിച്ചിട്ട്, ദൈവത്തിന്റെ ആത്മാവ് മുഴുവനായി നമ്മളെ ഏറ്റെടുക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, ആ ദിവസം, ആ സമയം, അതാ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ എന്ന് പറയുന്നത്. This is where we become weaker and weaker. We decrease ourselves and we leave ourselves unto the presence of God to take complete control of our life. That moment where Holy Spirit takes complete control, that moment that we surrender and give ourselves unto the presence, that is what we should desire. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിടുതൽ കിട്ടാൻ? കേവലം രോഗസൗഖ്യമല്ല, കേവലം ജോലി കിട്ടുന്നതല്ല, കേവലം വാഹനം വാങ്ങിക്കുന്നതല്ല, പിന്നെ നിന്റെ പിടിവിട്ടിട്ട് നിന്റേതായ സകല പദ്ധതികളും പൊളിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന, ദൈവശക്തിയാൽ വഹിക്കപ്പെടുന്ന, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ആ ഒരു ദൈവിക വിടുതൽ ദൈവസഭയ്ക്കകത്ത് സംഭവിക്കട്ടെ. How many of you desire to have such a deliverance in your life? It is not a deliverance about your job. It is not a deliverance about the problems in your life. But instead, you should have that experience of Holy Spirit where you get the deliverance in such a way that you are carried by the presence of God. You are carried, you are completely controlled by the presence of God. ദൈവശക്തി നിന്നെ വഹിക്കുമ്പോൾ നിനക്ക് എത്തിച്ചേരാൻ കഴിയാത്തടത്ത്, നിനക്ക് സ്വയം എത്താൻ പറ്റാത്തടത്ത് ഈ വഹിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടെത്തിപ്പടയായി തീരും. When the Holy Spirit is carrying you, when you're being carried away by the presence of God, this Spirit will take you to those places where you cannot reach by yourself. ദൈവശക്തിയെ നീ വഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നിനക്ക് ഇന്നുവരെ ചെയ്യാൻ കഴിയാത്തത്, നിന്റെ പ്രാപ്തിക്ക് കഴിവിന് അപ്പുറമായത് നീ ആത്മാവിൽ വഹിക്കപ്പെടുമ്പോൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ പരിശുദ്ധൻ ഇടയാക്കി തീർക്കും. When you are
carried by the presence of God. Holy Spirit will make you do things that are beyond your capabilities, that are beyond your skills, that are beyond your abilities. Holy Spirit will take you to such realms where it is with the presence of Holy Spirit you are going to do it. I can do all things by the one who strengthens me. The presence of Holy Spirit will direct you. The Holy Spirit will hold you. How many of you desire from the bottom of your heart that, Lord, I want to dive deeper into such realm of the Holy Spirit? ഇൻസ്ട്രുമെന്റ്സ് കേൾക്കുമ്പോൾ ആരാധനയല്ല. 24/7 നീ ദൈവത്തിന്റെ ആത്മാവിനാൽ വഹിക്കപ്പെടുന്ന, ദൈവശക്തിയാൽ വഹിക്കപ്പെടുന്ന ഒരാത്മതലത്തിലോട്ട് മാറുക. It is not the presence of God that you feel when you sing a song. It is not the presence of God that comes with instruments. It is not the presence of God that comes with a praise and worship session. You should feel that presence of God 24/7 in your life without break. How many of you desire this mighty presence? ദൈവാത്മാവിനാൽ വഹിക്കപ്പെടട്ടെ, ദൈവശക്തിയാൽ വഹിക്കപ്പെടട്ടെ. നിന്റെ എല്ലാ ഏരിയകൾ, നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾ പരിശുദ്ധാത്മാവിനെ ഏറ്റെടുക്കട്ടെ. Let every realm, everything in your life be carried away by the presence of God. The Holy Spirit take complete control. ചില പരാജയങ്ങൾ മാറിപ്പോകട്ടെ. അവൻ പ്രിയരെ പരിശുദ്ധാത്മാവിന്റെ ആ നദി ആലയത്തിനകത്ത് ഒഴുകുന്നുണ്ട്. My dear, this river of Holy Spirit is flowing in this hall today. അവനുള്ളത് ദൈവാലം അളന്നിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മുൻപിലോട്ട് നോക്കിക്ക്, ഒരളവിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. നീ ഇറങ്ങുന്ന അനുസരിച്ച് ആഴം വർദ്ധിച്ചു വന്ന് ഇന്ന് പകൽക്കാലം അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല, അതിനെ ഒതുക്കി വെക്കാൻ ആർക്കും കഴിയത്തില്ല. നീ വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ച് അളവ് പിടിച്ചവൻ നിന്നെ ഇറക്കുവാൻ ശക്തനാണെന്ന്. God has already measured this presence. God has already measured this presence of Spirit and kept it ready in front of you. Look forward, look in front of you. You will see the presence of God waiting for you. If you take your steps forward, if you dive deeper, you will experience this deeper presence of God, this immeasurable presence of God in your life. Praise the Lord. ഒരിക്കൽ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യത്തിലുണ്ട്, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീനെന്ന് പറഞ്ഞു. In Luke chapter 5 verse 4, Jesus is saying to Peter that while speaking, after he has finished speaking, he said to Simon, put out into deep water and let down the nets for a catch. 1-2 മിനിറ്റ് അവിടെ നിന്ന് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. I would like to stay in that verse and meditate. നമ്മൾ ഈ വചന ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ദൈവാത്മാവായിട്ട് അങ്ങ് അത് സ്തോത്രം ഏറ്റെടുക്കുമ്പോൾ ആ വചനത്തിന് വിടുതൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിൽ അനുഭവിക്കാൻ പറ്റും. വചനം പറഞ്ഞിട്ട് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ടല്ല, വചനം വെളിപ്പെടുമ്പോൾ തന്നെ അതിൻ്റെ വിടുതലും അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ നിങ്ങൾ ഇരിക്കാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് അടുത്ത ലെവലിലോട്ട് ഇറങ്ങാൻ പറ്റും.
What is special about the ministry from the Word of God is that while the Word of God is being shared and while you listen to the Word of God, as you keep listening to the Word of God, you will experience the deliverance from the revelations of that Word of God. It is not a deliverance that you will receive at a later point of time, but while you listen to it, you will experience the deliverance. ഇവിടെ പത്രോസോട് പറയാണ്, പത്രോസേ അല്പം കൂടെ ആഴത്തിലോട്ട് വലയിറക്കാൻ. Here, Jesus is encouraging Peter to go move a bit deeper and cast the net into a deeper area. പത്രോസിന്റെ മറുപടി, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഇപ്പം ഒന്നുകൂടെ ആഴത്തിൽ ഇറങ്ങാം. എങ്ങനെയാണ് നിന്റെ, എല്ലാവരും ഒന്ന് പറഞ്ഞ്, അതൊരു ഭയങ്കര പവറാണ് കേട്ടോ. ആരുടെ വാക്ക്? യേശുവിന്റെ വാക്ക്. ഒരു വാക്കുകൊണ്ട് ഉലകത്തെ സൃഷ്ടിച്ച, സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിച്ച കർത്താവിന്റെ വാക്കിന്റെ ശക്തി അകത്ത് കയറിയപ്പോൾ പത്രോസ് പറയുകയാണ്, ഔട്ട് ഓഫ് ടൈം ആണ്, ഔട്ട് ഓഫ് സീസൺ ആണ്, സമയം തെറ്റാണെങ്കിലും നിന്റെ വാക്കിന്. You can see Peter have been trying hard. He have been working all night and he didn't get any catch. And then he knows more about fishing. He knows all these things. And then he says that because of your word, because you instructed me, because you told, for the sake of your word, I am going to cast the net into the deep water. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. പക്ഷെങ്കിൽ ദൈവ നിയോഗം, ദൈവിക ദൂതുകൾ അതങ്ങനെ തന്നെ എന്നോട് ആത്മാവ് ഇടപെടുന്നുള്ള ബോധ്യത്തോട് നിങ്ങൾ അങ്ങ് സമ്മതിച്ച് ആമേൻ പറയാമെങ്കിൽ മാത്രമേ പത്രോസ് നിനക്ക് വേണ്ടി മാത്രം കരുതി വെച്ച ആ ദൈവിക പദ്ധതി കാണാൻ കഴിയത്തുള്ളൂ. If you think with your wisdom, you will not understand this unless you surrender yourself completely and accept the message, accept the word of God in its complete essence and say that this word of God is to me. I do not know why it is. I don't understand this, but this is for me. I accept it and completely surrender and take it. Only then you will experience this deliverance. സാധ്യതയുള്ള ചില എക്സ്ക്യൂസസ് വേണം നമുക്കൊന്ന് പറയാം. We can say many excuses which depends on opportunities. രാത്രി മുഴുവൻ അധ്വാനിച്ചു, വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് ഇപ്പൊ ആഴത്തിലോട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റത്തില്ല. We can say that, Lord, I have been working all night, I am very tired, so I cannot go deeper right now. അതുപോലെ തന്നെ പറയാം, ഒരു ആശാരിക്ക് അറിയുന്നതിനേക്കാൾ അധികം മീൻപിടുത്തം എന്താണ്, എങ്ങനെ പിടിക്കണം, ഇത് ആർക്കറിയാം? എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ നിന്റെ വാക്കിന് ആഴത്തിലിറങ്ങാൻ താല്പര്യമില്ല. He could have said that I know about fishing more than a carpenter, so I am not going to cast a net into the deep waters because of your word. നമുക്കറിയാം, മത്സ്യബന്ധനം ഏറ്റവും നല്ല സമയം രാത്രിയാണ്. ആരും പകല് പോയി മീൻ പിടിക്കാൻ ചെയ്യത്തില്ല, വല വീശാൻ വേണം. അത് പറയാം, ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഞങ്ങൾ ജനിച്ചവ മുതൽ ഗലീല കടല്, അതിന്റെ ഓരോ ഏരിയകൾ, ഏത് സൈസിലുള്ള മീൻ എവിടെ വരും, ഇതെല്ലാം നന്നായിട്ടറിയാം. പക്ഷെങ്കിൽ ഇതുവരെ ഇല്ലാത്തത് ചെയ്യാൻ ഈ ഔട്ട് ഓഫ് ടൈമിൽ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. എന്ത് വേണം, ഒരു എക്സ്ക്യൂസ് വേണം പറയാം. He could have given an excuse saying that from childhood I have seen the Sea of Galilee and I know the best time where the fish is available. It is the fish, people go for fishing at night, and because this is not the right time for fishing, this is not the right place for fishing, I know clearly about this from my experience, from my childhood. I am not going to follow your instruction. ആഴത്തിൽ ഇറങ്ങാൻ പക്ഷേ ഇപ്പോഴല്ല എൻ്റെ സമയം. He could have said that I can go and dive deeper, but this is not the right time. ഇന്നിപ്പോ ആഴത്തിൽ ഇറങ്ങുന്നില്ല, 31-ാം തീയതി സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? Some people will say that today I am not going to dive deeper, but on 31st I'll do that. പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പാർശ്വവർത്തന ആഴത്തിൽ ഇറങ്ങി, പക്ഷെ 1 മണി ആകുമ്പോൾ കയറി വരണം. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് ഇപ്പം എന്ത് ചെയ്യത്തില്ല, നമുക്ക് വേണമെങ്കിൽ എക്സ്ക്യൂസസ് ഒക്കെ പറയാം.
So if we have this option to give excuses to delay this diving deeper into the spirit. മറ്റൊരു എക്സ്ക്യൂസസ് പറയാം, പുരുഷാരം മുഴുവൻ ഈ കടൽ തീരത്ത് നിൽക്കുക, ഇത്രയും ആൾക്കാരുടെ ബഹളവും സംസാരത്തിനിടെ അവിടെങ്ങാണ് മീൻ കിട്ടും. നമുക്ക് ചൂണ്ടയൊക്കെ ഇടാൻ പോയിട്ട് അറിയാം, ആരേലും കിടന്ന് ബഹളം വെച്ച് നമ്മൾ കല്ല് വലിച്ചെറിയും. കാരണം കൊത്താൻ വരുമ്പോൾ ആരേലും ഇടാന്ന് വിളിക്കുന്നത്, അല്ലെ എന്തേലും പറയുമ്പോൾ ആ മീൻ എന്ത് ചെയ്യും? ചൂണ്ടയിട്ടവരൊക്കെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് പുരുഷാരമാണ് നിൽക്കുന്നത്. ഇവരുടെ ബഹളവും ഒച്ചപ്പാടും ഇതുകൊണ്ടൊക്കെ വേണം പറയാം, ഇതുകൊണ്ടൊന്നും ഇപ്പം മീൻ പിടിക്കാൻ പറ്റത്തില്ല. ആഴം നല്ലതാ, പക്ഷെ ഇപ്പം എന്ത് വേണ്ട, എക്സ്ക്യൂസസ് പറയാനാണ് നമ്മളെ പോലെ ബിരുദന്മാർ ആരെങ്കിലും ഉണ്ട്. എന്തെല്ലാം ഐറ്റമാ കിടക്കുന്നത്. ഞാൻ 5-6 പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ ബാക്കി ഭാഗത്തോട്ട് വരാം. He could have given an excuse saying that there's a huge crowd here, they are making a lot of noise, and while there is noise like this is not the right time for fishing. Fish will not stay or come closer. And he could have given this excuse saying that I am willing to go deeper, but this is not the right time for fishing. അടുത്തത് സ്വാഭാവികമായിട്ട് പറയാം, എൻ്റെ പൊണ്ണ് കർത്താവ് ആഴമൊക്കെ ഞങ്ങൾക്ക് വേണം, പക്ഷെ വല കഴുകി മണിക്കൂർ എടുത്ത് വേണം വല കഴുകി വെച്ച്. അതുകൊണ്ട് നമുക്ക് നാളത്തെ അല്ലേ ദിവസത്തെ ഇപ്പം ആഴത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ഞാൻ കഷ്ടപ്പെട്ട് വല കഴുകി മടക്കി വെച്ചതാ, അതുകൊണ്ട് തൽക്കാലം ആഴത്തിലോട്ടില്ല. സോറി ഡിയർ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, യേശുവിന് എക്സ്ക്യൂസസ് വേണം പറയാം. Another excuse can be that I have been working the whole night, I finished fishing, and then I wrapped up, I cleaned the nets, I have folded the nets, and it takes lot of time and effort to do that. So since I have done that, I am not going to cast the net again. വേണമെങ്കിൽ പറയാം, ഈ കർത്താവിന് പ്രസംഗിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. മീൻ പിടുത്തവും വലയും പടകും ഇത് ഞങ്ങൾക്കരുത്, ഈ പുള്ളിക്കിതൊന്നും അറിയാതെ കരയിരുന്നുകൊണ്ട് മീൻ പിടിക്കാൻ പറഞ്ഞാൽ കിട്ടത്തില്ല എന്ന് വേണമെങ്കിൽ ഇപ്പം തന്നെ ഞാൻ തന്നെ ഇപ്പം എത്ര എക്സ്ക്യൂസസ് പറഞ്ഞു, എത്ര എക്സ്ക്യൂസസ്. ഒരു കാര്യം പറഞ്ഞു, ആഴത്ത് മീൻ പിടിക്കാൻ എടാ കുഞ്ഞ് നിന്റെ പടക് നിറയാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ഇതല്ല ഇത്രയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം. Maybe he could have given an excuse saying that the person who is preaching to me, he has no knowledge about fishing, I know more about fishing, so this is not the right time. I am giving lot of excuses. See how many excuses we are able to make out from this portion. Just like that we are giving excuses in our life instead of diving deeper. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിന്റെ വാക്ക് കാരണം ഈ പറഞ്ഞതെല്ലാം കാരണമാണ്. ഇപ്പോൾ ആരെങ്കിലും കണ്ടാ കൂടെ പറയും പത്രോസ് എന്തോ പറ്റിയിട്ടുണ്ട്, അവൻ ഇപ്പം വല ഇറക്കാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ അവൻ പത്രോസ് പറയുകയാണ്, നിന്റെ വാക്കിന് ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ പറഞ്ഞതുപോലെ മീൻ പിടിക്കാൻ പറ്റിയ സമയമല്ല, പടകനകത്ത് നിറയത്തില്ല. പക്ഷെങ്കിൽ ആഴത്തിൽ ഇറങ്ങാൻ പറഞ്ഞ നിന്റെ വാക്കിന് ബാക്കിയെല്ലാം മറക്കുകയാ. അവൻ പകല് മറക്കുകയാ, വല കഴുകിയത് മറക്കുകയാ, തടസ്സങ്ങൾ മറക്കുകയാ. ഒറ്റ കാരണം, നിന്റെ വാക്കിന് ആഴത്തിലോട്ട് ഇറങ്ങാം. So we can see that Peter is listening to Jesus and he is listing the excuses. Although these excuses are there in our life, although there are many things that are against diving deeper into the spiritual life, Peter is saying, because of your word, because you told me to do this, because of that, I am diving deeper. Hallelujah. നമ്മളൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പല കാര്യത്തിന്. എന്നാൽ ചില സമയത്ത് പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഒരു ചുവട് വെച്ചാൽ അതിന്റെ റിസൾട്ട് ഭയങ്കര വ്യത്യാസമാകട്ടോ. നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായി ദൈവ നിയോഗത്തിന്റെ ചുവട് നീ വെച്ചാൽ ഹല്ലേലൂയ, അതിന്റെ മറുപടി, അതിന്റെ വിടുതൽ അസാധാരണമാണെന്നുള്ളത് ദൈവസഭ തിരിച്ചറിയണം. My dear church, we are going through many things. We are having many experiences and we are giving many excuses at times. But if by the guidance of Holy Spirit, if you take a step by the guidance of Holy Spirit and you're willing to dive deeper, the results that you will reap is going to be tremendous. You will see that, you will experience it. നാം കാണേണ്ട പല മഹത്വകരമായ ദൈവിക പ്രവൃത്തി കാണാൻ കഴിയാത്തത് ദൈവ നിയോഗം അറിഞ്ഞിട്ടും നാം പറഞ്ഞ എക്സ്ക്യൂസസ് നാം മാറുന്നത് പലപ്പോഴും ആ വലിയ ദൈവ പ്രവൃത്തി കാണാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ന് പകൽക്കാലം സമ്മതിക്കാൻ തയ്യാറാകണം.
My dear, it is not that Holy Spirit is not guiding us, but because of our excuses, because we delayed many things, we set many excuses. Although we had the guidance of Holy Spirit, although the timing was perfect, we did not dive deeper. That is why the many mighty things that God Hallelujah. wants to do through us is not happening in our ഇന്ന് life. പകൽക്കാലം ദൈവസഭയെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവസഭയോട് ദൂത് പറയുകയാണ്. നീ ചിലതൊക്കെ മാറ്റി വെച്ചിട്ട് അല്പം കൂടെ ആഴത്തിലോട്ട് ഇറങ്ങാൻ, ആത്മനദിക്കകത്തോട്ട് ഇറങ്ങാൻ, ആത്മമണ്ഡലത്തിൽ ഒരു പണിക്ക് തയ്യാറാകാൻ ഈ ദിവസം തയ്യാറായാൽ അവൻ ചിലത് നിനക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ചിട്ടുണ്ടെന്ന്. Dear church, Holy Spirit is clearly speaking to you today that if you are willing to set aside certain things from your life, if you are ready to keep away certain things from your life and listen to the Holy Spirit and take that step to dive deeper into the presence of God, Amen. God has kept in store many mighty things to work through you. അവൻ നിങ്ങളാകുന്ന പടകിനകത്ത് കയറേണ്ട അവൻ കൃപകളുണ്ട്, വരങ്ങളുണ്ട്, ശുശ്രൂഷയുണ്ട്, ദൈവപ്രവർത്തികളുണ്ട്. എങ്ങനെ കയറും അവന്റെ വാക്കിന് വില കുറക്കാൻ, അവന്റെ വാക്കനുസരിച്ച് ആഴത്തിലോട്ട് ഇറങ്ങാൻ തയ്യാറായാൽ നിന്റെ പടകിനകത്ത് കയറുവാൻ എന്റെ ദൈവം മാറ്റി വച്ചിരിക്കുന്ന ഈ അന്ത്യ കാലഘട്ടത്തിൽ ഈ തലമുറയ്ക്ക് കൊടുക്കാൻ, ഈ ദേശത്തെ വിടുവിപ്പാനുള്ളത് നിന്റെ അകത്ത് പകരാൻ എന്റെ കർത്താവ് സർവശക്തനാണെന്ന്. If you are ready to set aside all those things from your life, if you are ready to change the priorities, then this presence of God is ready to step into your boat and fill you with all those spiritual blessings that are needed to gain this nation, to gain this generation. എന്റെ ആത്മാവിനെ പകരും, നിന്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്ത വചനം. It is a promise of God that in the end times I will pour out my spirit in this generation. Your sons and daughters will prophesy. നിന്റെ സന്തതിയുടെ മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെ പകരുമെന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്ത വചനമാണ്. It is the promise of God that I will pour out the presence of God on your children and the blessings on your offsprings. ഇത് പ്രാപിക്കണ്ടേ? യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞുണ്ട്, അവൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കൊണ്ട് നിന്നെ സ്നാനം കഴിപ്പിക്കുമെന്ന്. Shouldn't we receive this anointing? Apostle John mentioned that Jesus will anoint you with the Spirit. അവൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറുനാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. It says, for John baptized with water, but in a few days you will be baptized with the Holy Spirit. സ്നാനപ്പെട്ടവർ മാത്രം ഒന്ന് കരം ഉയർത്തിക്കുക. All those who are baptized, please raise your hands. നിങ്ങളുടെ നരിയാണി മാത്രമാണോ മുങ്ങി? Is it still until the knee deep? നിങ്ങളുടെ മുട്ട് മാത്രമാണോ മുങ്ങി? Are you immersed only up to knee deep? അത് നിങ്ങളുടെ അരയോളം മാത്രമാണോ മുങ്ങി? Or are you immersed only up to the waist? നിങ്ങൾ ഇറങ്ങിയപ്പോൾ ഓർക്കുന്നുണ്ടോ? നരിയാണിന്ന് ഇറങ്ങി മുട്ടോളം വന്ന് അരയോളം വന്ന് എന്ത് ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്തു? നിങ്ങളെ മൊത്തം എന്ത് ചെയ്തു? അതിൽ മുക്കാൽ മുങ്ങിട്ടുള്ളവരുണ്ട്, ഒന്നുകൂടെ സ്നാനപ്പെട്ട പറ്റത്തുള്ളൂ. മുഴുവൻ എന്ത് ചെയ്യണം? മുഴുവൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ നീ സ്നാനപ്പെടുമ്പോൾ വായോട് എന്ത് ചെയ്യണം? പൊളിക്കണം. നാക്കൂടെ എന്ത് ചെയ്യണം? മൊത്തം എന്ത് ചെയ്യണം? മുഴുവൻ മുങ്ങണം. അപ്പോൾ നമ്മൾ വെള്ളത്തിലെ സ്നാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുഴുവൻ ആ മുങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വെള്ളത്തിന്റെ സ്പർശനമില്ലാത്ത, വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ എൻവോൺമെന്റ് ഇല്ലാത്ത ഒരു മേഖല പോലും. എന്നിട്ട് പറയുകയാണ്, ഇതുപോലെ ഞാൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തിയെങ്കിൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ സ്നാനം എങ്ങനെയാണ്? പരിശുദ്ധാൽ എന്ന് വെച്ചാൽ നിന്നെ ഇതുപോലെ യോഹന്നാൻ വെള്ളത്തിൽ മുക്കിയതുപോലെ എന്റെ കർത്താവ് ആത്മനദിക്കകത്തോട്ട് ഇറക്കി നിർത്തി നിന്നെ മുഴുവൻ മുക്കുവന്ന്. നിന്റെ നരിയാണ് പോരാ, നിന്റെ മുട്ടോളം പോരാ, നിന്റെ അരയോളം പോരാ, നീ മുഴുവനും ഈ നദിക്കകത്ത് മുങ്ങണമെന്ന്. ആ ഒരു നിറവിലോട്ട് ദൈവസഭ മടങ്ങി വരട്ടെ, തലമുറകൾ മടങ്ങി വരട്ടെ.
ശക്തിയോടെ ശക്തിയോടെ അല്പസമയം ആത്മാവിൽ ദൈവത്തെ ആരാധിപ്പോ. ചെറിയ അനുഭവം പോരാ, നരയാണ് പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ. നീ മുങ്ങണം മുങ്ങണം മുങ്ങണം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിന്റെ അകത്ത് നീ മുങ്ങുന്ന ഒരാത്മനദി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ അത് ദൈവസഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തുറക്കുകയാണ്. When you get baptized, you remember that you started with ankle deep, and then to knee deep, and then up to the waist, and then you get completely immersed in the water. If our baptism with water is with complete immersion, where there is no place in our body that is not immersed, then think about how much more will be the anointing of Holy Spirit, where every single portion, every single area of your life is going to be immersed by the power of Holy Spirit. And if you surrender, you will see that mighty presence of Holy Spirit in your life. ഇത് കുറഞ്ഞത് നിങ്ങൾ ഇനി ആഗ്രഹിക്കരുത്. I do not expect anything, I do not desire anything lesser than this. ഇത് കുറഞ്ഞത് നമുക്ക് വേണ്ട. We do not want anything lesser than അവൻ this. മുഴുവനും ആത്മാനദിക്കകത്ത് മുങ്ങണം. Our self should be completely immersed in the river of Holy Spirit. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ കൺട്രോളിലോട്ട് നീ കയറി വരണം. We should enter completely into the control of Holy Spirit. പറ്റുമോ പ്രിയപ്പെട്ടവരെ? Is it possible? വിട്ടുകൊടുക്കാൻ, അടുത്തിലോട്ട് ഇറങ്ങാൻ തയ്യാറായാൽ, അവൻ നിന്നെ തന്നെ വിട്ടുകൊടുക്ക. കർത്താവേ അങ്ങനെ എനിക്ക് വേണമെന്നത് കൊതിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മ നിന്നെ അളക്കുന്നവൻ നിന്നെ ഇറക്കും ഇറക്കും ഇറക്കും. അവൻ അനുഭവങ്ങൾ പലതും നീ അനുഭവിച്ചിട്ടുണ്ട്, വെളിപ്പാട് കണ്ടിട്ടുണ്ട്, ദർശനം കണ്ടിട്ടുണ്ട്, അവൻ അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടെന്നാൽ അവൻ ആഴത്തെ ഒരു ആഴമുണ്ടെന്നുള്ളത് വഹിക്കുന്ന ആത്മാവിൽ പൊങ്ങിക്കിടക്കുന്ന, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന നീ ഒരു മറുപടി പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് അനുവദിക്കണം. നീ ഒരു ചുവട് വെക്കണമെങ്കിൽ ദൈവാത്മാവ് സമ്മതിക്കണം. അവൻ ആ നിലയിലോട്ട് ദൈവസഭ കയറി വരാൻ ആത്മാവ് ഇടപെടുകയാണ്. Holy Spirit is encouraging you. Are you able to give yourself? Are you able to surrender yourself unto the presence of God? You would have had many encounters, many visions, many experiences of Holy Spirit, but that is not enough. You should have such an experience of Holy Spirit where you are floating in the presence of God, floating this river of Spirit, where you are completely controlled by the presence of God. If you surrender yourself and give yourself up to this control, then Holy Spirit will be able to use you in mighty ways. എത്ര പേർക്ക് ഇത് പറഞ്ഞിട്ടത് മനസ്സിലാവുന്നുണ്ട്? How many of you are able to understand? ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? How many of you are able to decide this? നിങ്ങളുടെ പേഴ്സണൽ പ്രയറിൽ ഈ അളവിന് വേണ്ടി പ്രാർത്ഥിക്കും. In your personal prayer you should pray for this measure അതുകൊണ്ടാണ് of പറയുന്നത് Spirit. ആത്മാവിൽ നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. That is why it is said, those who are led by the Spirit are the children of God. എന്ന് വെച്ചാൽ ആത്മാവ് പോണത്തോട്ട് അവരെന്ത് ചെയ്യും? ആത്മാവ് കൊണ്ടുപോകുന്ന കാറ്റ് എവിടെ നിന്ന് വരുന്നത് എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ആത്മാവ് കൊണ്ടുപോകണതെല്ലാം എന്ത് ചെയ്യും? എവിടെ പരിശുദ്ധാത്മാവുണ്ട് അവിടെ ആ വ്യക്തിയുണ്ട്, അവിടെ ആ വ്യക്തിയുണ്ട് അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ കർത്താവ് എന്ത് ചെയ്യും? Just like it is said, from where does the wind blows, we do not know. Just like that, Holy Spirit will start leading us. These people who surrender themselves completely to dive deeper into the presence of God will be led by the Holy Spirit. And wherever Holy Spirit leads, that is where they are going to go. കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. കോളേജ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുഞ്ഞുങ്ങളോടെല്ലാം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ സ്പിരിറ്റ് ഫിൽഡ് സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ് എനിക്ക് വേണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. Children, I encourage you, youths, I encourage you that you should pray that I need this life that is completely controlled by the Holy Spirit. നിങ്ങൾ കരയണം ദൈവസന്നിധിയിൽ. You should cry in the presence of God. നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം.
You should give yourself up unto the കർത്താവേ, presence എനിക്കത് of God. എക്സ്പീരിയൻസ് ചെയ്യണം. Lord, I want to experience this. അവൻ ഈ ലെവലിലോട്ട് വന്നു കഴിഞ്ഞ് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കർത്താവ് പുതുക്കാനിടയായി തീരും. When you come to this level of spiritual growth, your mindset will be renewed. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ട്രാൻസ്ഫോം ആകും. Your desires will get transformed. നിങ്ങളുടെ സ്വഭാവങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങും. Your habits will start getting sanctified. നിങ്ങൾ നടക്കുന്നതെല്ലാം ഒരു ആലോചന പ്രകാരമായിരിക്കും. Every walk of yours will be based on the guidance of Holy നിങ്ങളുടെ Spirit. ആരാധന ജീവനുള്ള ആരാധനയായിരിക്കും. The worship that you experience will be filled with the life of Holy Spirit. നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ദൈവഹിത പ്രകാരമായിരിക്കും. Every single decision of yours will be according to the will of God. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire this? ഒരു പ്രവാചകനും വന്ന് ദൂത് പറയണ്ട. We don't need a prophet to come and say it. ആരുടെയും ഹല്ലേലൂയ ഇന്റർസെഷൻ വേണ്ട. You don't need an intercession from someone. പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യും. Holy Spirit will guide you. ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് എടുക്കേണ്ട തീരുമാനം, നിന്റെ ഭാവി ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, വഴി ഇതിലെ എന്നുള്ള അയുമ്പമൊരു ശബ്ദം ആത്മാവിൽ വഹിക്കപ്പെടുന്ന നിന്റെ കാതുകളിൽ ദൈവത്തിന്റെ ആത്മാവ് മുഴക്ക് വന്ന് The Spirit of God will start guiding you, whether it is a problem with your future, whether it is a decision that you have to take, regardless of whatever it may be. Holy Spirit will speak into your ears. This is the way you should go. Holy Spirit will guide you with every single moment in your life. ഏറ്റവും പരമപ്രധാനമായ വിഷയം നിന്നെ നിത്യതയിലോട്ട് പരിശുദ്ധാത്മാവ് ഒരുക്കാനായിട്ടിടയായി തീരും. And the most important thing is that Holy Spirit will take you towards eternity. നിന്നെ വിശുദ്ധീകരിക്കാൻ തുടങ്ങും. He will start sanctifying പാപത്തെ yourself. ജയിക്കുന്നവനാക്കി ദൈവം മാറ്റും. He will make you victorious over the sins. പിശാചിനെ എതിർത്ത് നിൽക്കാൻ തക്ക ജയാളിയായി ദൈവം നിന്നെ മാറ്റും. He will make you victorious to such an extent that you can resist the devil. ലോകത്തോളം അറ്റാച്ച്മെന്റ് കുറയാൻ തുടങ്ങും. Your attachment to the world will start decreasing. കൂട്ടുകാര്, നാട്ടുകാര്, ചർച്ചക്കാരൊക്കെ പറയും, പല കാര്യത്തിന് വിളിക്കുമ്പോൾ നീ പറഞ്ഞ വരുന്നില്ല, നീ ഒഴിയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിന്റെ അളവിലോട്ട് വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റത്തില്ല. നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാനിടയായി തീരും. Your friends and neighbors and colleagues, they will see that when they're inviting you for many things, you are declining, saying that this is not according to the will of God. You will sense the will of God and you will decide that whatever that is not according to the guidance of Holy Spirit, I will not go, I will not engage. You should pray for this depth of spiritual experience. കാലഘട്ടത്തിന് പരാജയം എന്ന് പറഞ്ഞാൽ പ്രസംഗം ഭയങ്കരമാണ്, എല്ലാം ഉണ്ടെങ്കിലും സഭയ്ക്കകത്ത് മാത്രമുള്ള ആത്മീയത കുടുംബജീവിതത്തിനകത്തില്ല. കുഞ്ഞുങ്ങളുടെ മുൻപിലുള്ള, ദേശത്തിന് മുൻപിലില്ല, ജോലി സ്ഥലത്തില്ല, അവിടെ എല്ലാം ജഡീകനും ആത്മീകനുമായിട്ട് സഭയ്ക്കകത്ത് വരുമ്പോൾ മാത്രം ഭയങ്കര പരിശുദ്ധിയും ഭയങ്കര അഭിഷേകവും. അത് അപകടമാണ്. അതിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, 24 മണിക്കൂറും നീ വിശുദ്ധനായി തീരണം, നീ ആത്മീകനായി തീരണം. നീ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, നീ വാഹനം ഓടിക്കുമ്പോൾ, നീ ഷോപ്പിങ്ങിന് പോകുമ്പോൾ, നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, എവിടെയാണെങ്കിലും ആത്മാവിൽ വഹിക്കപ്പെടുന്ന ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനായി മാറുന്ന ഈ അളവിലോട്ട് ദൈവസഭ കയറി വന്നേ മതിയാകത്തുള്ളൂ. The failure in these recent times is that the spirituality that we see inside the church is not seen inside the house. It is not seen in front of the children. It is not seen in our workplace, in our unis. That experience is not there. That guidance, the dependence on the guidance is not there. You have to come back. You have to surrender yourself and you have to come into the presence of God where you are 24/7 guided and controlled by the presence of Holy Spirit. Let's close our eyes. Let's all pray. ജയം വരുന്നതിന് മുൻപ് നിന്നെ ദൈവം ആഴത്തിലോട്ട് ഇറക്കാനിടയായി തീരും. Before a victory in your life, God wants to encourage you to dive deeper. ജയാളിയായി തീരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Do you decide to become victorious in your life? ആത്മനദിയുടെ ആഴത്തിലോട്ട് നീ ഇറക്കും. You should dive deeper into the river of Holy Spirit.
അന്നിന്റെ വിളിയുടെ ആഴം വർദ്ധിക്കണമെങ്കിൽ ഈ ആത്മനദിയുടെ ആഴം ആദ്യം ദൈവം വർദ്ധിപ്പിക്കും. For the depth of your calling to increase in your life, to have that calling more deeper, God will enhance, increase the depth of the spiritual river in your life. ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് ദൈവ ഇഷ്ടത്തിനകത്ത് പൊങ്ങിക്കിടക്കുന്ന, വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുന്ന, ദൈവഹിതത്തിനകത്ത്, ദൈവാത്മാവിനകത്ത് നിറയപ്പെടുന്ന വ്യക്തിയായി മാറുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവിനെ നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. Before God uses us for His kingdom in mighty ways, He wants us to get immersed in the presence of God and be controlled, be floating in the presence of God and be led and completely controlled by the presence of God. Unless we are completely controlled by the presence of God, He will not be able to use us in mighty ways for the kingdom. പ്രിയരേ, ദൈവാത്മാവിന്റെ ഈ നദിക്കകത്ത് കയറുവാൻ നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? My dear, how many of you desire today to dive deeper into this river of spirit? നാം നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതിനപ്പുറമായി ദൈവാത്മ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ലൈഫിലോട്ട് കയറി വരുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire a life where you are not controlling yourself, instead Holy Spirit is taking control of your life? അവൻ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ മുൻപോട്ട് പോകുന്ന ഒരു ജയജീവിതം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire a victorious life where you are led by the Holy Spirit, you are controlled by the Holy Spirit? അവൻ പ്രിയരേ, ആത്മനദിക്കകത്ത് നാം ഇറങ്ങിയിരിക്കുകയാണ്. My dear, we have entered into the river of Holy Spirit. അവൻ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The water is increasing. അവൻ ആത്മനദി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. The river of spirit is flowing. അവൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അളന്നിട്ടിരിക്കുന്ന അളവിലോട്ട് കുഞ്ഞേ നീ ഇറങ്ങുവാൻ ദൈവാത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുകയാണ്. And Holy Spirit is calling you. The Spirit of God is instructing you wisdom, saying that come, dive deeper, take steps deeper into this spirit. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray together. ആദരം തുറന്ന് 1-2 മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാൽ. I encourage all of you to open your mouth and pray to God. കർത്താവേ, എനിക്ക് പലതും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. Lord, many a times I was not able to understand many പക്ഷെ things. ഒരാളെ ഉണ്ടെന്ന് മനസ്സിലായി. But no, Lord, I know there is a measure. പക്ഷെ എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. But Lord, I am not able to move forward. പക്ഷെ കർത്താവേ, ഇന്ന് പകലിനെ സമർപ്പിക്കുകയാണ്. But Lord, today I surrender. എന്റെ വലങ്കരം പിടിക്കണമേ. Lord, please hold my hands. എനിക്ക് അനുഭവിക്കണം. I want to എനിക്ക് experience this. ശബ്ദം കേൾക്കണം. I want to listen to your voice. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. I want to be controlled by the Spirit. ഏത് തീരുമാനവും ദൈവാത്മാവിനാൽ എടുക്കപ്പെടണം. I need to be controlled, and every decision need to be taken by the Spirit. കർത്താവിന് തടസ്സമായ എൻ്റെ കുറവുകളെ ഒരിക്കൽ കൂടെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. Lord, let's all pray that all those things, all those weaknesses, all those setbacks that I have within me that is hindering this work of Holy Spirit will be taken away. എവിടെയൊക്കെയോ അളവുകൾ മുൻപിലുണ്ടായിട്ടും ആഴത്തിലോട്ട് ഇറങ്ങുവാൻ കഴിയാതെ പലതും പറഞ്ഞു, പലതും കണ്ട്, പലതും കേട്ട് എവിടെയൊക്കെയോ ഞങ്ങൾ തൃപ്തരായി മതി യഹോവ എന്ന് പറഞ്ഞ് അളവിലോട്ട് എത്തുവാൻ കഴിയാതെ ഭീരുത്തപ്പെട്ട് ഭയപ്പെട്ട് മാറി നിൽക്കുമ്പോൾ ഇന്ന് പകലക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ദൈവിക നിയോഗത്തിനായി സ്തോത്രം. എങ്കിലും നിന്റെ വാക്ക് കേട്ട് എങ്കിലും പറയാൻ ഒത്തിരിയുണ്ട്, ദുഃഖിക്കാൻ ഒരുപാടുണ്ട്, വേദനിക്കാൻ ഒരുപാടുണ്ട്, ഹൃദയം മുറിഞ്ഞ പലതുമുണ്ട്. എങ്കിലും നിന്റെ വാക്കിന് ആഴത്തിലോട്ടിറങ്ങാൻ ഇന്ന് പകലക്കളി ജനത്തിന്റെ മേൽ ആ ഒരു നിയോഗം വീഴുന്നതിനായി സ്തോത്രം. ചില വേദനകളെ മറന്ന്, ചില ഭാരങ്ങളെ മറന്ന്, ചില പിറുപിറുവുകളെ മറന്ന്, ജീവിതത്തിൽ സംഭവിച്ചു പോയ വീഴ്ചകളെ മറന്ന് എങ്കിലും നിന്റെ വാക്കിന് ആഴത്തിലിറങ്ങുക ഒരു കൃപ കൊടുത്താട്ട് കർത്താവേ. ആഴത്തിലോട്ട് ഇറങ്ങുവാൻ കഴിയാതെ പലതും പറഞ്ഞിവരെ ഹോൾഡ് ചെയ്യുന്ന ആ ഇരുട്ടിന്റെ അധികാരത്തെ സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ദൈവസഭ ആത്മവിശ്വാസിക്കുകയാണ്. ജനമാത്മ നദിക്കകത്തിറങ്ങട്ടെ. ആത്മാവിൽ വഹിക്കപ്പെടുന്നവരായി തീരട്ടെ ദൈവസഭ.
ഈ ദൈവസഭ പരിശുദ്ധാത്മാവിനെ വഹിക്കപ്പെടട്ടെ. ഒരു മാനുഷിക ആലോചന, ഒരു ജഡത്തിന്റെ ശക്തികൾ ഇതിനകത്ത് കയറരുത്. പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ അതിന് വിരുദ്ധമായി പൊങ്ങുവരുന്ന സകല ഉയർച്ചകളെയും ഞങ്ങൾ ആത്മാവിൽ ശാസിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കുന്നതിനായി യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരവിരുദ്ധ കർത്താവിന് മഹത്വം കൊടുക്കാവുന്നു.